ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് പൂർത്തിയാകും. നാളെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇന്ന് 12 മണിവരെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം. ഭർതൃഹരി മഹ്താബ്, രാധാമോഹൻ സിംഗ്, ഡി പുരന്ദരേശ്വരി എന്നീ 3 പേരുകളാണ് NDA സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയുടെ പേരും ചർച്ചകളിൽ സജീവമാണ്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കും. 8 തവണ MP-ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണമെന്ന ആവശ്യത്തിൽ ഇന്ത്യ സഖ്യം ഉറച്ചു നിൽക്കുകയാണ്. അല്ലാത്ത പക്ഷം പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ നോമിനിയായി കൊടിക്കുന്നിൽ മത്സരിക്കും. വോട്ടെടുപ്പ് ഒഴിവാക്കാൻ പ്രതിപക്ഷവുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷ. അക്ഷരമാല ക്രമത്തിൽ മഹാരാഷ്ട്ര മുതൽ പശ്ചിമബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിലെ MP-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, യൂസഫ് പത്താൻ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. റിപ്പോർട്ടർ, ദില്ലി.